ഈ സെഷൻ്റെ പേര് ആൻറ്റി അമീബിക് ഡ്രഗ്സ്. അമീബിയാസിസിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡ്രഗ്സും അതിൻ്റെ പ്രത്യേകതകളുമാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് അമീബിയാസിസ്? അമീബിയാസിസിനെ മറ്റൊരു രീതിയിൽ അമീബിക് ഡിസെൻട്രി എന്നും പറയാറുണ്ട്. ഇത് എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇൻഫെക്ഷനാണ്. ഈ മൈക്രോ ഓർഗാനിസം ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷനാണ് അമീബിയാസിസ്. അമീബിയാസിസ് അക്യൂട്ട് ആവാം അല്ലെങ്കിൽ ക്രോണിക് ആവാം. ഒരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രം ഉണ്ടാവാം അല്ലെങ്കിൽ ലോങ് ടേമിൽ നീണ്ടു നിൽക്കാം. ഇതിൻ്റെ സിവിയറിറ്റി മൈൽഡ് ഡയറി ആവാം ചില കേസിൽ, പക്ഷെ ചില കേസിൽ വളരെ സിവിയർ ഫോമായിട്ടുള്ള ഫൾമിനേറ്റിംഗ് ഡിസെൻട്രി ആവാം. അമീബിയ ലിവറിൽ ഇൻഫെക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ലിവറിൽ അബ്സസ് ഉണ്ടാക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഫാർമക്കോളജിയിൽ നമ്മൾ ഇതിൻ്റെ ഡ്രഗ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റി അമീബിക് ഡ്രഗ്സ്, അതർവൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് അമീബിസിഡൽ ഡ്രഗ്സ്. ക്ലാസ് എ, ലൂമിനൽ അമീബിസിഡ്സ്. ഇത് ലൂമണിൽ, ബവൽ ലൂമണിൽ പാരസൈറ്റിനെതിരെ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സാണ്. എക്സാമ്പിൾസ് അയോഡോക്വിനോൾ, പാരോമോമൈസിൻ, ഡിലോക്സനൈഡ് ഫിറോയിഡ്. അടുത്ത ക്ലാസ് സിസ്റ്റമിക് അമീബിസൈഡ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ സിസ്റ്റമിക് ഇൻഫെക്ഷൻസിലാണ് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുക. സിസ്റ്റമിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഇൻറ്റസ്റ്റൈൻ്റെ വോളിലുള്ള അമീബിയാസിസ് അല്ലെങ്കിൽ ലിവറിലെത്തിയിട്ടുള്ള അമീബിയാസിസ്. ഇങ്ങനെയുള്ള കേസസിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സാണ് ക്ലോറോക്യൂൻ, എമറ്റിൻ, ഡീഹൈഡ്രോ എമറ്റിൻ. സോ ഓർക്കുക, ഇൻറ്റസ്റ്റൈനൽ വോളിലും ലിവറിലും ഉണ്ടാവുന്ന അമീബിയാസിസ് ട്രീറ്റ് ചെയ്യാനാണ് സിസ്റ്റമിക് അമീബിസൈഡ്സ് യൂസ് ചെയ്യുന്നത്. അതേസമയം ലൂമണിൽ മാത്രമാണ് ഇൻഫെക്ഷൻ എങ്കിൽ അവിടെ ലൂമിനൽ അമീബിസൈഡ്സ് യൂസ് ചെയ്താൽ മതിയാവും. ലൂമണിൽ എന്ന് പറയുമ്പോൾ ലൂമണിൻ്റെ ഇൻസൈഡിൽ മാത്രം, ബവൽ വാളിലോ ബ്ലഡിലോ ലിവറിലോ ഒന്നും അമീബിയയുടെ പ്രസൻസ് ഉണ്ടാവില്ല. ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ മാത്രം അമീബിയയുടെ പ്രസൻസ് ഉണ്ടാവുന്ന കേസസിൽ ലൂമിനൽ അമീബിസൈഡ്സ് മതിയാവും. എന്നാൽ കുറച്ചുകൂടെ സിവിയർ ഫോമിലേക്ക് മാറുമ്പോഴത്തേക്ക് സിസ്റ്റമിക് അമീബിസൈഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. അടുത്ത ക്ലാസ് മിക്സഡ് അമീബിസൈഡ്സ് ആണ്. ഈ ക്ലാസ്സിലുള്ള ഡ്രഗ്സ് ലൂമിനൽ കേസസിലും യൂസ് ചെയ്യാം, സിസ്റ്റമിക് കേസസിലും യൂസ് ചെയ്യാം. എക്സാമ്പിൾ മെട്രോണിഡസോൾ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ്. ഇതിലെ ഫസ്റ്റ് ക്ലാസ് ലൂമിനൽ അമീബിസൈഡ്സ്. അതിലെ ഡ്രഗ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിലെ ഫസ്റ്റ് ഡ്രഗ് അയോഡോക്വിനോൾ. അയോഡോക്വിനോളിൻ്റെ സ്പെക്ട്രം പരിശോധിച്ചാൽ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്കെതിരെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഡ്രഗാണ് അയോഡോക്വിനോൾ. അഡ്വേഴ്സ് എഫക്ട്സ് റാഷസ്, ഡയേറിയ, ഡോസ് റിലേറ്റഡ് ന്യൂറോപ്പത്തി. ഡോസ് കൂടുമ്പോഴത്തേക്ക് നെർവ് വീക്ക്നെസ് ഉണ്ടാവും, അതാണ് ന്യൂറോപ്പത്തി. ഇൻക്ലൂഡിങ് റെയർ ഒപ്റ്റിക് ന്യൂറൈറ്റിസ്. ഒപ്റ്റിക് നെർവിൻ്റെ ഫങ്ഷനിങ് കുറയ്ക്കാൻ ചിലപ്പോൾ അയോഡോക്വിനോൾ കാരണമാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ലോങ് ടേം യൂസ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അയോഡോക്വിനോളിൻ്റെ ലോങ് ടേം യൂസ് അവോയ്ഡ് ചെയ്യണം. ലൂമിനൽ അമീബിസൈഡ്സിൽ അടുത്ത ഡ്രഗ് പാരോമോമൈസിൻ. ഇതൊരു അമിനോഗ്ലൈക്കോസൈഡാണ്. അമിനോഗ്ലൈക്കോസൈഡ് എന്നുള്ള ക്ലാസ്സിൽ വരുന്ന ഒരു ആൻറ്റി അമീബിക് ഡ്രഗാണ്. ഇതിൻ്റെ സ്പെക്ട്രം പരിശോധിച്ചാൽ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്കെതിരെ കൂടാതെ ടേപ്പ് വേംസിനെതിരെയും പാരോമോമൈസിൻ ആക്റ്റീവാണ്. പാരോമോമൈസിൻ്റെ മെക്കാനിസം നോക്കിയാൽ ഇത്
മെംബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കും. മെംബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കുന്നത് വഴി മെംബ്രെയിനിൽ ലീക്കേജ് ഉണ്ടാക്കും. അമീബിയ സെല്ലിൻ്റെ മെംബ്രെയിനിൽ ലീക്കേജ് ഉണ്ടാക്കുന്നത് കാരണമാണ് അമീബിയൽ ഡെത്ത് ഉണ്ടാവുന്നത്. ഈ ഡ്രഗിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസ്ട്രസ് ആൻഡ് ഡയറിയ. അടുത്ത ക്ലാസ് സിസ്റ്റമിക് അമീബിസൈഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ അമീബിയാസിസ് ല്യൂമനിൽ മാത്രം അല്ലാതെ ല്യൂമൻ്റെ വോളിലും അവിടെ നിന്ന് ബ്ലഡ് വഴി ലിവറിലും എത്തി ഈ ഭാഗങ്ങളിലും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ ല്യൂമൻ്റെ വോളിലും ലിവറിലൊക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ സിസ്റ്റമിക് അമീബിസൈഡ്സ് തന്നെ യൂസ് ചെയ്യണം. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ് ക്ലോറോക്വിൻ. തെറാപ്യൂട്ടിക് യൂസസ് അമീബിക് ലിവർ അബ്സസ്. അമീബിയൽ ഇൻഫെക്ഷൻ ലിവറിൽ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ഇൻഫെക്റ്റഡ് ഏരിയയിൽ പഴുപ്പ് വരികയും അങ്ങനെയുള്ള കേസസ് ട്രീറ്റ് ചെയ്യാൻ ക്ലോറോക്വിൻ യൂസ് ചെയ്യേണ്ടി വരികയും ചെയ്യും. ക്ലോറോക്വിൻ ഒറ്റയ്ക്കല്ല, ക്ലോറോക്വിനും മെട്രോണിഡസോളും കൂടെ അല്ലെങ്കിൽ ക്ലോറോക്വിനും ഡിലോക്സനൈഡ് ഫിറോയേറ്റും കൂടെ ഒക്കെയാണ് യൂസ് ചെയ്യുക. കോമ്പിനേഷൻ തെറാപ്പിക്കാണ് ക്ലോറോക്വിൻ യൂസ് ചെയ്യുക. മറ്റൊരു കേസ് മലേറിയയുടെ ട്രീറ്റ്മെൻറ്റിലാണ്. മലേറിയൽ ചാപ്റ്ററിലും ഇത് നമ്മൾ കാണുന്നുണ്ട്. അടുത്ത ഡ്രഗ് എമെറ്റിൻ ആൻഡ് ഡീഹൈഡ്രോ എമെറ്റിൻ. ഫാർമക്കോകൈനറ്റിക്സ്. ഈ ഡ്രഗ് കൊടുക്കുന്നത് ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ വഴിയാണ്. ഇഞ്ചക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡ്രഗ് ലിവറിലെത്തുകയും ലിവറിൽ വളരെ കാലം അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നു. മാസങ്ങളോളം ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കാനുള്ള കപ്പാസിറ്റി ഈ ഡ്രഗിനുണ്ട്. ലിവറിൽ വെച്ച് വളരെ പതുക്കെ മാത്രമേ എമിറ്റിനും ഡീഹൈഡ്രോ എമിറ്റിനും മെറ്റബോളൈസ് ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കാലം ലിവറിൽ ഇതിൻ്റെ പ്രസൻസ് ഉണ്ടാവും. മെറ്റബോളൈസ് ചെയ്യപ്പെടുന്ന ഭാഗം എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തു പോകും. മെറ്റബോളിസവും എക്സ്ക്രീഷനും വളരെ സ്ലോ ആയതുകൊണ്ടാണ് ഇത് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് മാസങ്ങളോളം അവിടെ ഉണ്ടാകും എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചത്. ലിവറിൽ മാസങ്ങളോളം ഉണ്ടാവും. പക്ഷേ പ്ലാസ്മയിൽ ഈ ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ നോക്കിയാൽ പ്ലാസ്മയിലുള്ള T-half 5 ദിവസം മാത്രമാണ്. ബ്ലഡ് പ്ലാസ്മയിൽ ഈ ഡ്രഗിൻ്റെ T-half വളരെ കുറവാണ്, 5 ദിവസം. എന്നാൽ ലിവറിൽ ഈ ഡ്രഗിൻ്റെ പ്രസൻസ് മാസങ്ങളോളം ഉണ്ടാവും. ഈ ഡ്രഗിൻ്റെ ടോക്സിസിറ്റി, എമിറ്റിൻ്റെയും ഡീഹൈഡ്രോ എമിറ്റിൻ്റെയും ടോക്സിസിറ്റി കൂടുതലായതുകൊണ്ട് ഈ ഡ്രഗ്സിൻ്റെ യൂസ് ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുള്ളൂ. ഇനി യൂസ് ചെയ്യേണ്ട കേസ് വന്നാൽ തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആവശ്യമായിട്ട് വരും. മറ്റൊരു കാര്യം, ഈ ഡ്രഗ് 5 ദിവസത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പാടില്ല. അതൊരു നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ പോയിൻ്റ് കൂടെയാണ്. നൗ എമിറ്റിൻ്റെയും ഡീഹൈഡ്രോ എമിറ്റിൻ്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ. പ്രോട്ടീൻ ചെയിനിൻ്റെ എലോങ്ങേഷനെ ഈ ഡ്രഗ്സ് ബ്ലോക്ക് ചെയ്യും. പ്രോട്ടീൻ സിന്തസിസിൽ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനിൽ ആഡ് ചെയ്താണ് പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. ഈ എലോങ്ങേഷൻ സ്റ്റെപ്പിനെ ഈ ഡ്രഗ്സ് ബ്ലോക്ക് ചെയ്യും. തെറാപ്യൂട്ടിക് യൂസസ് അമീബിയാസിസ്. ഈ ഡ്രഗ്സിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്: ഇഞ്ചക്ഷൻ സൈറ്റിലുണ്ടാവുന്ന പെയിന്, ട്രാൻസിയൻറ്റ് നോസിയ. ട്രാൻസിയൻറ്റ് മീൻസ് ഡിസപ്പിയറിംഗ് എന്നുള്ള അർത്ഥം. നോസിയ ഉണ്ടാവും, ക്രമേണ അത് മാറിക്കോളും. കാർഡിയോടോക്സിസിറ്റി, ന്യൂറോമസ്കുലാർ വീക്ക്നെസ്, ഡിസിനസ് ആൻഡ് റാഷസ്. അടുത്ത ആൻറ്റി അമീബിക് ഡ്രഗ് മിക്സഡ് അമീബിസൈഡ്സ്. നേരത്തെ പറഞ്ഞതുപോലെ ലൂമിനൽ കേസസിലും ആക്റ്റീവാണ്, സിസ്റ്റമിക് കേസസിലും ആക്റ്റീവാണ്. അങ്ങനെയുള്ളൊരു ഡ്രഗാണ് മെട്രോണിഡസോൾ.
മെട്രോണിഡസോളിൻ്റെ പ്രത്യേകത ആൻറ്റി പാരസൈറ്റിക്കുമാണ്, ആൻറ്റി മൈക്രോബിയലുമാണ്. മീൻസ് ബാക്ടീരിയാസിനെതിരെ എഫക്റ്റീവാണ്, അമീബിയാസിനെതിരെ എഫക്റ്റീവാണ്. അതിൻ്റെ സ്പെക്ട്രം നോക്കുക. മെട്രോണിഡസോളിൻ്റെ എഫക്റ്റീവ്നെസ് നോക്കിയാൽ ഇനി പറയുന്ന മൈക്രോ ഓർഗാനിസത്തിനെതിരെ മെട്രോണിഡസോൾ എഫക്റ്റീവാണ്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ടിച്ചോമോണാസ് വജൈനാലിസ്, ജിയാർഡിയ ലാംബ്ലിയ, എനേറോബിക് കോക്കൈ, എനേറോബിക് ബാസിലൈ. മെട്രോണിഡസോളിൻ്റെ മെക്കാനിസം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മെട്രോണിഡസോളിൻ്റെ സ്ട്രക്ചറിൽ ഒരു 5 നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ മെട്രോണിഡസോൾ മൈക്രോ ഓർഗാനിസത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ബയോകെമിക്കൽ പ്രോസസ്സ് കാരണം ഈ 5 നൈട്രോ ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ ഈ 5 നൈട്രോ ഗ്രൂപ്പിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടും. ഈ പ്രോസസ്സിനാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്നതൊരു ഫ്രീ റാഡിക്കലാണ്. ഇതിൻ്റെ പേര് നൈട്രോ റാഡിക്കൽ ആനയോൺ എന്നാണ്. ഈ ഫ്രീ റാഡിക്കൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് DNA-യിൽ സ്റ്റാൻഡ് ബ്രേക്കേജ് ഉണ്ടാവും, അല്ലെങ്കിൽ DNA-നെ കട്ട് ചെയ്ത് വിടും. ഇങ്ങനെ DNA-നെ കട്ട് ചെയ്ത് വിടുന്നത് കാരണം മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡെത്ത് ഉണ്ടാവും. ഒന്നുകൂടെ പറയാം. മെട്രോണിഡസോള് പ്രോട്ടോസോവൻ്റെയോ ബാക്ടീരിയൻ്റെ അകത്ത് എത്തുമ്പോഴത്തേക്ക് മെട്രോണിഡസോളിൻ്റെ 5 നൈട്രോ ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്ത് ഒരു ആനയോൺ ഉണ്ടാവും. ഈ ആനയോണിൻ്റെ പേരാണ് നൈട്രോ റാഡിക്കൽ ആനയോൺ. ഇതൊരു ഫ്രീ റാഡിക്കലാണ്. ഇത് DNA സ്റ്റാൻഡ് ബ്രേക്കേജ് ഉണ്ടാക്കുന്നത് കാരണം മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡെത്ത് ഉണ്ടാവും. മെട്രോണിഡസോളിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്. മെട്രോണിഡസോൾ ഒരു പ്രോഡ്രഗാണ്. ബോഡിയിലെത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് ആക്റ്റീവ് ഡ്രഗായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടണം. ഈ പ്രോസസ്സാണ് തൊട്ട് മുമ്പുള്ള മെക്കാനിസത്തിൽ പറഞ്ഞത്. ബോഡിയിലെത്തുകയും മൈക്രോ ഓർഗാനിസത്തിൽ എൻ്റർ ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വെച്ച് മെട്രോണിഡസോളിൻ്റെ നൈട്രോ ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്യപ്പെടും. മെട്രോണിഡസോളിൻ്റെ നൈട്രോ ഗ്രൂപ്പിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ഉണ്ടാവുന്ന ഒരു പുതിയ കോമ്പൗണ്ടാണ് ഈ ആക്റ്റീവ് ഡ്രഗ്. മെട്രോണിഡസോളിൻ്റെ നൈട്രോ ഗ്രൂപ്പിലേക്കൊരു ഇലക്ട്രോൺ വന്നാൽ മാത്രമേ മെട്രോണിഡസോൾ ആക്റ്റീവായി മാറുള്ളൂ. സോ അതുകൊണ്ടാണ് മെട്രോണിഡസോൾ ഒരു പ്രോഡ്രഗ് ആണെന്ന് പറയുന്നത്. മെട്രോണിഡസോളിൻ്റെ അബ്സോർപ്ഷൻ ഓറലി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ്. ആൻഡ് വളരെ നല്ല രീതിയിൽ അബ്സോർപ്ഷൻ നടക്കുന്ന ഒരു ഡ്രഗ് കൂടിയാണിത്. എബൌട്ട് ഡിസ്ട്രിബ്യൂഷൻ വളരെ റാപ്പിഡാണ്. മെട്രോണിഡസോളിൻ്റെ കോൺസെൻട്രേഷൻ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ പോലും കാണപ്പെടുന്നുണ്ട്. കൂടാതെ ബ്രസ്റ്റ് മിൽക്കിൽ, സലൈവയിൽ, സെമനിൽ, വജൈനൽ സെക്രീഷൻസിലൊക്കെ മെട്രോണിഡസോളിൻ്റെ പ്രസൻസ് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ചില കേസസിൽ അഡ്വാൻറ്റേജ് ആണ്. ഒരു വജൈനൽ ഇൻഫെക്ഷനിലോ മൗത്തിലുണ്ടാവുന്ന ഇൻഫെക്ഷനിലോ ഒക്കെ മെട്രോണിഡസോള് യൂസ്ഫുൾ ആയിട്ട് വരും. മെട്രോണിഡസോളിൻ്റെ മെറ്റബോളിസം. ലിവറിലാണ് മെട്രോണിഡസോളിൻ്റെ മെറ്റബോളിസം നടക്കുന്നത്. യൂറിൻ വഴിയാണ് ഡ്രഗും മെറ്റബോളൈറ്റ്സും എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്. മെട്രോണിഡസോളിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ്, മെട്രോണിഡസോൾ കഴിക്കുമ്പോൾ ഒരു അൺപ്ലസൻറ്റ് മെറ്റാലിക് ടേസ്റ്റ് ഓയിലുണ്ടാവും. ഇത് ഒരു പേഷ്യൻ്റ് കൗൺസിലിംഗ് പോയിൻറ്റും കൂടിയാണ്. പേഷ്യൻറ്റിനോട് നേരത്തെ ഇൻഫോം ചെയ്യണം ഈ ഡ്രഗ് കഴിക്കുമ്പോൾ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും എന്നുള്ള കാര്യം. കൂടാതെ മറ്റ് അഡ്വേഴ്സ് എഫക്ട്സ് ആണ് നോസിയ, വൊമിറ്റിംഗ്, എപ്പിഗാസ്ട്രിക് ഡിസ്ട്രസ് ആൻഡ് അബ്ഡോമിനൽ ക്രാംസ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, മെട്രോണിഡസോൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ യൂറിൻ കുറച്ച് ഡാർക്ക് കളറായി മാറും, അല്ലെങ്കിൽ ഒരു റെഡിഷ് ബ്രൗൺ കളറാവും. അതുകൂടി പേഷ്യൻറ്റിനെ നേരത്തെ ഇൻഫോം ചെയ്തിരിക്കണം. മറ്റ് അഡ്വേഴ്സ് എഫക്ട്സ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം,
സൂപ്പർ ഇൻഫെക്ഷൻസിന് ചാൻസ് ഉണ്ട്. കാൻഡിഡ പോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. ഓറൽ ആൻഡ് വജൈനൽ ക്യാവിറ്റീസിലാണ് പൊതുവെ സൂപ്പർ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് അഡ്വേഴ്സ് എഫക്റ്റാണ് പോളിയൂറിയ. യൂറിൻ പ്രൊഡക്ഷൻ കൂടുന്ന അല്ലെങ്കിൽ യൂറിൻ എക്സ്ക്രീഷൻ കൂടുന്ന ഒരു സിറ്റുവേഷനാണിത്. മറ്റൊന്ന് ഇൻകോണ്ടിനൻസ് ആണ്. യൂറിൻ ബ്ലാഡറിൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യൂറിൻ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, യൂറിൻ ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. മെട്രോണിഡസോളിൻ്റെ ഡ്രഗ് ഇൻറ്ററാക്ഷൻസ് നമുക്കറിയാം. ഫിനോബാർബിറ്റോൾ എന്നുള്ളതൊരു ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗാണ്. എപ്പിലെപ്സിയിൽ യൂസ് ചെയ്യുന്ന ഈ ഡ്രഗിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ലിവർ എൻസൈം ഇൻഡ്യൂസറാണ്. ഇങ്ങനെ എൻസൈംസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് കാരണം മെട്രോണിഡസോളിൻ്റെ മെറ്റബോളിസവും ഇൻഡ്യൂസ് ചെയ്യപ്പെടും. സോ ഫിനോബാർബിറ്റാളും മെട്രോണിഡസോളും ഒരുമിച്ച് കഴിക്കുമ്പോൾ മെട്രോണിഡസോളിൻ്റെ മെറ്റബോളിസം കൂടും. അതിൻ്റെ നേരൊരു ഓപ്പോസിറ്റ് ഡ്രഗ് ഇൻട്രാക്ഷനാണ് ഇനി പറയുന്നത്. സിമെറ്റിഡിൻ എന്നുള്ളത് ഒരു എൻസൈം ഇൻഹിബിറ്ററാണ്. സിമെറ്റിഡിനും മെട്രോണിഡസോളും ഒരുമിച്ച് കഴിക്കുമ്പോഴത്തേക്ക് മെട്രോണിഡസോളിൻ്റെ മെറ്റബോളിസം കുറയും. അത് കാരണം മെട്രോണിഡസോളിൻ്റെ പ്ലാസ്മ ഹാഫ് ലൈഫ് കൂടും. അടുത്തത് മെട്രോണിഡസോളും ആൽക്കഹോളും തമ്മിലുള്ള മറ്റൊരു ഇൻറ്ററാക്ഷനാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഇൻറ്ററാക്ഷനാണ്. മെട്രോണിഡസോളും ആൽക്കഹോളും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ഡൈസൾഫിറാം ലൈക്ക് ആക്ഷൻ ഉണ്ടാവും. ഡൈസൾഫിറാം എന്നുള്ളത് ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഡ്രഗാണ്. അപ്പോൾ ഡൈസൾഫിറാം കഴിക്കുമ്പോൾ ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തലവേദന, അബ്ഡോമിനൽ ഡിസ്കംഫോർട്ട്, ചെസ്റ്റ് ഡിസ്കംഫോർട്ട്, ഫ്ലഷിങ്, മൊത്തത്തിലൊരു ചൂട് അനുഭവപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇത് ഡൈസൾഫിറാം എന്ന ഡ്രഗും ആൽക്കഹോളും കഴിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആൽക്കഹോളിനോടുള്ള അഡിക്ഷൻ കുറയും. ഈ ഡൈസൾഫിറാം ആക്ട് ചെയ്യുന്ന അതേപോലെ മെട്രോണിഡസോളിനും ആക്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ മെട്രോണിഡസോളും ആൽക്കഹോളും കഴിച്ചാൽ ഡൈസൾഫിറാം ഉണ്ടാക്കുന്ന അതേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ലൈക്ക് തലവേദന, അബ്ഡോമിനൽ ഡിസ്കംഫോർട്ട്, ചെസ്റ്റ് ഡിസ്കംഫോർട്ട്, നോസിയ, ഫ്ലഷിങ് അല്ലെങ്കിൽ മൊത്തത്തിലൊരു ചൂട് അനുഭവപ്പെടുക, അതുപോലെ ഹാങ് ഓവർ എഫക്റ്റ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് മെട്രോണിഡസോൾ കഴിക്കുമ്പോൾ ആൽക്കഹോൾ കഴിക്കരുത് എന്നുള്ള കാര്യം പേഷ്യൻ്റ് കൗൺസിലിംഗ് പോയിൻ്റായിട്ട് ഓർക്കണം. കോൺട്രാ ഇൻഡിക്കേഷൻ: ഓൾറെഡി മെട്രോണിഡസോളിനോട് അലർജിയുള്ള ആൾക്കാർ മെട്രോണിഡസോൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. മറ്റൊരു കാര്യം, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഈ ഡ്രഗ് കഴിക്കാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ മ്യൂട്ടോജനിക് അല്ലെങ്കിൽ കാർസിനോജനിക് ഡ്രഗാണ്. ക്യാൻസർ ഉണ്ടാക്കാൻ എബിലിറ്റി ഉള്ള ഒരു ഡ്രഗ് ആയതുകൊണ്ടാണ് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അടുത്ത ഒരു മിക്സഡ് ആൻറ്റി അമീബിക് ഡ്രഗാണ് ടിനിഡസോൾ. മെട്രോണിഡസോളിൻ്റെ അതേ ആക്ഷൻസാണ് ടിനിഡസോളിനും ഉള്ളത്. അടുത്ത ടോപ്പിക് നേഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് ആണ്. പ്രധാനപ്പെട്ട ഒരു ഡ്രഗ് മെട്രോണിഡസോൾ ആയതുകൊണ്ട് മെട്രോണിഡസോളിൻ്റെ നേഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്സിലും പറയുന്നത് പോലെ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്ത് ഓർഗാനിസം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മെട്രോണിഡസോൾ എഫക്റ്റീവ് ആയ ഓർഗാനിസം ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാം. അതാണ് എങ്കിൽ മെട്രോണിഡസോൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇനി മെട്രോണിഡസോളിൻ്റെ IV ഇൻഫ്യൂഷൻസ് പല കേസുകളിലും ഉപയോഗിക്കാറുണ്ട്. ഇത് കൊടുക്കുമ്പോൾ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് നോക്കണം. IV ഇൻഫ്യൂഷൻസ് കൊടുക്കുമ്പോൾ വരാൻ ചാൻസ് ഉള്ള ചില സൈൻസ് ആണ് ഇനി പറയുന്നത്. നംനെസ്, മൊത്തത്തിലൊരു തരിപ്പ്, പരസ്തീഷ്യ, കുത്തിപ്പറിക്കുന്ന ഒരു സെൻസേഷൻ, വീക്ക്നെസ്,
അറ്റാക്സിയ എന്ന് പറഞ്ഞാൽ വോളണ്ടറി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. സീഷേഴ്സ്. അപ്പോൾ IV ഇൻഫ്യൂഷൻസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സയൻസൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക. മറ്റൊരു കാര്യം, പീരിയോഡിക്കലി റാഷസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ മെട്രോണിഡസോൾ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ്. സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോമിൻ്റെ ഒരു സൈന് റാഷസ് ആണ്. അപ്പോൾ ഇങ്ങനെ റാഷസ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഫീവർ, മെലൈസ്, ഒരു ക്ഷീണം, ഫറ്റീഗ്, വീക്ക്നെസ് അല്ലെങ്കിൽ ക്ഷീണം തന്നെ, മസിൽ ഓർ ജോയിൻറ്റ് ഏക്ക്, ബ്ലിസ്റ്റേഴ്സ്, തൊലിപ്പുറത്തുണ്ടാവുന്ന ചെറിയ കുമിളകൾ, ഓറൽ ലെഷൻ, കഞ്ചക്റ്റിവൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ്, ഈസിനോഫിൽ കൗണ്ട് കൂടുക, ഇങ്ങനെയുള്ള ഏതെങ്കിലും സൈൻ ഉണ്ടെങ്കിൽ അത് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ടാവാം. അങ്ങനെയുണ്ടെങ്കിൽ ഡ്രഗ് അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. അത് മോണിറ്റർ ചെയ്ത് കൊണ്ടിരിക്കണം. മെട്രോണിഡസോൾ ജിയാർഡിയാസിസിന് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചെയ്യേണ്ട ഒരു ലാബ് ടെസ്റ്റ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു 3-4 ആഴ്ച കഴിയുമ്പോഴത്തേക്കാണ് ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്. സ്റ്റൂൾ സാമ്പിളാണ് ഇവിടെ എടുക്കേണ്ടത്. അത് പലതവണ, കുറച്ച് ദിവസങ്ങൾ ഇടവിട്ട് പലതവണ ചെയ്യേണ്ടതാണ്. അത് ജിയാർഡിയാസിസ് കൺട്രോൾ ആയോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റാണ്. ഇനി മെട്രോണിഡസോൾ കഴിക്കുമ്പോൾ ലിവർ എൻസൈം ലെവലിൽ വ്യത്യാസങ്ങളുണ്ടാവാം. AST, ALT ലെവലൊക്കെ വ്യത്യാസപ്പെടാം. മറ്റൊരു ടെസ്റ്റാണ് ലാക്റ്റിക് ഡീഹൈഡ്രോജനേസ് ടെസ്റ്റ്. LDH ലെവലിലും വ്യത്യാസങ്ങളുണ്ടാവാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, മെട്രോണിഡസോൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ മിൽക്ക് അല്ലെങ്കിൽ ഫുഡിൻ്റെ കൂടെ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ആഫ്റ്റർ ഫുഡ്. ഇത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കും. നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ പോയിന്റിലും ഇത് പറയണം. അടുത്തത് മെട്രോണിഡസോളിൻ്റെ പേഷ്യൻ്റ് ആൻഡ് ഫാമിലി ടീച്ചിങ്. ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡോസസ് കൃത്യമായി കഴിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഏതൊരു ആൻറ്റിബയോട്ടിക്കിനെ പോലെയും ഡോസസ് കൃത്യമായി കഴിക്കുന്നത് അത്യാവശ്യമാണ് മെട്രോണിഡസോളിൻ്റെ കേസിലും. 2 times ആണ് കഴിക്കുന്നതെന്ന് എല്ലാ ദിവസവും കൃത്യമായി ഒരു 12 hours ഗ്യാപ്പിൽ തന്നെ കഴിക്കുക. 3 times ആണെങ്കിൽ ഒരു 8 hours ഗ്യാപ്പിൽ തന്നെ കഴിക്കുക. ഒരിക്കലും ഡോസസ് മിസ് ചെയ്യരുത്. അഥവാ മിസ് ചെയ്താൽ അത് ഓർമ്മ വരുമ്പോൾ തന്നെ കഴിക്കുക. പക്ഷേ അടുത്ത ഡോസിന് സമയമായെന്നുണ്ടെങ്കിൽ ഡോസ് ഡബിൾ ചെയ്യരുത്, അടുത്ത ഡോസ് മാത്രം കഴിക്കുക. ട്രിച്ചോമോണിയാസിസിൽ മെട്രോണിഡസോൾ യൂസ് ചെയ്യാറുണ്ട്. അതൊരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. അപ്പോൾ ഇവിടെ കപ്പിൾസിൽ 2 പേരെയും ഒരുപോലെ മെട്രോണിഡസോൾ യൂസ് ചെയ്യണം. കൺകറൻറ്റ് തെറാപ്പി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മെയിലിനും ഫീമെയിലിനും ഒരേ സമയം മെട്രോണിഡസോൾ തെറാപ്പി ആവശ്യമായിട്ട് വരും. റീഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ള ഒരു മെത്തേഡ് കോണ്ടംസ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ നിന്നും തൽക്കാലം വിട്ടു നിൽക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ്, ഇത് ഡൈസൾഫിറാം ലൈക്ക് ആക്ഷൻ ഉണ്ടാക്കുന്ന ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ ഇതിൻ്റെ കൂടെ കഴിക്കരുത് എന്നുള്ള കാര്യം പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്യുക. മരുന്ന് കഴിക്കുമ്പോൾ മാത്രമല്ല, മരുന്ന് കഴിച്ചൊരു 3 ദിവസം വരെയും ആൽക്കഹോൾ ഉപയോഗിക്കരുത്. തെറാപ്പി കഴിഞ്ഞ് 3 ദിവസം വരെയും ആൽക്കഹോൾ യൂസ് ചെയ്ത് ആ ഒരു സമയം കൊണ്ട് മാത്രമേ ഡ്രഗ് പൂർണ്ണമായിട്ടും ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോവുള്ളൂ. ഈവൻ വജൈനൽ ജെല്ല് ഉപയോഗിക്കുന്ന കേസിൽ പോലും ആൽക്കഹോൾ കൂടെ യൂസ് ചെയ്യരുത്. മെട്രോണിഡസോളിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഡിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനോട് ഹെവി മെഷീനറി ഓപ്പറേറ്റ് ചെയ്യരുത്, അതല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മെട്രോണിഡസോൾ കഴിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ, ഡിസിനസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്തവരാണെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. മറ്റൊരു കാര്യം, സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം ഉണ്ടാക്കാൻ എബിലിറ്റി ഉള്ള ഒരു ഡ്രഗ് ആയതുകൊണ്ട്
റേഷസ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ HCPനെ അറിയിക്കാൻ പറയുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് പേഷ്യൻ്റ് കൗൺസിലിംഗ് പോയിന്റിൽ നിർബന്ധമായിട്ടും പറയേണ്ട ഒരു കാര്യം, ഇത് വായിലൊരു മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യം പേഷ്യൻറ്റിനെ അറിയിക്കുക. മറ്റൊരു കാര്യം, പേഷ്യൻ്റ് നിലവിൽ ഏതെങ്കിലും ഡ്രഗ് കഴിക്കുന്നുണ്ടെങ്കിൽ, ലൈക്ക് OTC ഡ്രഗ്സ്, ഓവർ ദി കൗണ്ടർ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ ഡയറക്റ്റായിട്ട് പോയാൽ കിട്ടുന്ന മരുന്നുകൾ, വൈറ്റമിൻസ്, ഹെർബൽ പ്രൊഡക്റ്റ് ആവട്ടെ, അങ്ങനെ നിലവിൽ പേഷ്യൻസ് കഴിക്കുന്ന എല്ലാ ഡ്രഗ്സിനെ കുറിച്ചും ഡോക്ടറെ അറിയിക്കാൻ പേഷ്യൻറ്റിനോട് പറയുക. മറ്റൊരു കാര്യം, മെട്രോണിഡസോൾ കഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞൊരു മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാവും, കൂടാതെ ഡ്രൈ മൗത്ത് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. ഈ ഡ്രൈ മൗത്ത് അവോയ്ഡ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? വായി ഇടയ്ക്കിടയ്ക്ക് കഴുകുക, ഭക്ഷണത്തിന് ശേഷമൊക്കെ പ്രത്യേകിച്ചും വായ കഴുകുക, രാവിലെയും വൈകുന്നേരവും, രാവിലെയും കിടക്കാൻ നേരത്തും വായ കഴുകുക, മധുരം ഇല്ലാത്ത ചുയിങ്ഗംസ് ചവയ്ക്കാം. അങ്ങനെയുള്ള മെത്തേഡ് വഴി ഡ്രൈ മൗത്ത് എന്നുള്ള കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊക്കെ ട്രൈ ചെയ്തിട്ടും ഡ്രൈ മൗത്ത് പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതാണ്ട് 2 ആഴ്ചയിൽ കൂടുതൽ പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ അറിയിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം പേഷ്യൻ്റ് കൗൺസിലിംഗ് പോയിന്റിൽ പറയേണ്ടത്, ഇത് യൂറിൻ്റെ കളറ് ഡാർക്കാക്കും. ഇത് പേഷ്യൻറ്റിനെ മുൻകൂട്ടി അറിയിക്കണം. പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറയുക. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഈ ഡ്രഗ് കഴിക്കാൻ പാടില്ലാത്തതാണ്. ഇത് കാർസിനോജനിക് ഡ്രഗാണ്. അടുത്തൊരു പോയിൻ്റ്, ഇൻട്രാവെജൈനൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പേഷ്യൻറ്റിന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. അതുപോലെ വജൈനൽ ക്രീംസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻ്റർകോഴ്സ് അവോയ്ഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസും പറഞ്ഞു കൊടുക്കുക. മെട്രോണിഡസോളിൻ്റെ ജെൽസ് അവൈലബിൾ ആണ്. പല ഇൻഫെക്ഷൻസിലും ജെൽ അപ്ലൈ ചെയ്യുന്ന കറക്റ്റ് ടെക്നിക്ക് പേഷ്യൻറ്റിന് അറിയുന്നുണ്ടാവില്ല. അങ്ങനെ ടോപ്പിക്കൽ ജെൽസ് അപ്ലൈ ചെയ്യേണ്ട ടെക്നിക്സ് പേഷ്യൻറ്റിന് പഠിപ്പിക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ആൻറ്റി അമീബിക് ഡ്രഗ്സ്.